പറയുന്നത് ഈ ദിലീപ് ജയിലിലായപ്പോൾ ബാലചന്ദ്രകുമാർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു. പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്താണെന്നറിയാം? ദിലീപ് ജയിലിലായ ദിവസം ബാലചന്ദ്രകുമാർ നിരാശനായി. ഇനി തൻ്റെ പിക്ക് പോക്കറ്റ് എന്നുള്ള സിനിമ മുന്നോട്ട് പോകില്ല എന്ന് തീരുമാനിച്ചു. അവിടെ വെച്ച് ബന്ധമെല്ലാം അവസാനിപ്പിച്ചു. ദിലീപ് തന്നെ വെറുതെ നടത്തിക്കുകയായിരുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ ബാലചന്ദ്രകുമാർ എന്നാൽ പിന്നെ ഇയാളുടെ രഹസ്യം മുഴുവൻ ഞാൻ വെളിപ്പെടുത്താം എന്ന് തീരുമാനിച്ചു. വെളിപ്പെടുത്തി. ഇങ്ങനെയാണ് പോലീസിൻ്റെ ഭാഷ്യം. പക്ഷെ ബാലചന്ദ്രകുമാറിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴോ ബാലചന്ദ്രകുമാർ തന്നെ വോളണ്ടിയർലി കൊടുത്തതാണ് കേട്ടോ. അതിനകത്ത് ഈ ദിലീപ് ജയിലിൽ പോയപ്പോൾ ബാലചന്ദ്രകുമാർ വല്ലാത്ത വാശിക്ക് ദിലീപിൻ്റെ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ബാലചന്ദ്രകുമാർ പറയുന്നത്, അക്കോർഡിംഗ് ടു ഹിം, he contacted Mr. Koliyakkode N. Krishnan Nair to change the investigation team. ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റാനായിട്ട് കോലിയക്കോട് കൃഷ്ണൻ നായർ പോയി കണ്ടു. ഓർ ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രോസിക്യൂഷൻ സപ്പോർട്ട്സ് ഫോർ ഗ്രാൻറ്റിംഗ് ബെയിൽ ടു ദ അക്യൂസ് നമ്പർ 8. ഒന്നുകിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മാറ്റണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടും പ്രോസിക്യൂഷനോടും പറഞ്ഞിട്ട് ദിലീപിൻ്റെ ജാമ്യാപേക്ഷയെ എതിർക്കരുത് എന്ന് പറഞ്ഞ് ഏർപ്പാടാക്കണം. അക്കോർഡിംഗ് ടു ഹിം, ബാലേന്ദ്രകുമാർ തുടരുന്നു, മിസ്റ്റർ കൊലിയാക്കോട് എൻ കൃഷ്ണൻ നായർ ഈസ് ദ പേഴ്സൺ ഹു ഈസ് ദ ക്ലോസ് അസോസിയേറ്റ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വളരെ അടുത്ത ആളാണ് കൊലിയാക്കോട് കൃഷ്ണൻ നായർ. ഇൻ ദ മെസ്സേജ് ഡേറ്റഡ് 30/8/2017 he claimed that he tried to open a new route, പുതിയൊരു വഴി തുറന്നു, ത്രൂ VHP വയാ ചെന്നൈ. VHP എന്ന് പറഞ്ഞാൽ വിശ്വ ഹിന്ദു പരിഷത്ത്, ക്യാപിറ്റൽ VHP ആണ് അടിച്ചിരിക്കുന്നത്, വയാ ചെന്നൈ. വിശ്വ ഹിന്ദു പരിഷത്ത് വഴി ചെന്നൈയിൽ ഒരു വഴി തുറന്നു. ഇതൊക്കെ ദിലീപിന് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. he also claimed that his operation via Trivandrum is likely to be successful. തിരുവനന്തപുരം വഴിയുള്ള ഓപ്പറേഷൻ, ഏത് കൊലിയാക്കോട് കൃഷ്ണൻ നായർ വഴിയുള്ള ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകും, എന്നാലും ഒരു ബാക്കപ്പ് എന്നുള്ള നിലയ്ക്ക് ചെന്നൈ വഴിക്ക് ഒരു ഇടപെടൽ നടത്തി. അക്കോർഡിംഗ് ടു ഹിം, ദ ഇൻ്റർവെൻഷൻ ഓഫ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് മിസ്റ്റർ O. പന്നീർസെൽവം, അന്ന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന പന്നീർസെൽവം, and the intervention of the then Kerala governor also secured. പന്നീർസെൽവത്തിൻ്റെ സപ്പോർട്ടും വാങ്ങി, കേരള ഗവർണറുടെ സപ്പോർട്ടും വാങ്ങി. നിസ്സാരക്കാരനല്ല. The message would show that, according to Balendra Kumar, then Kerala governor Justice P. Sadashivam helped Mr. Amit Shah, the Union Home Minister, to avoid life imprisonment, and as part of his gratitude, Mr. Justice P. Sadashivam was given the post of Kerala Governor. ഇവിടെയാണ് അമിത്ഷായുടെ കളി വരുന്നത്. ഈ പി സദാശിവം ചീഫ് ജസ്റ്റിസ് ആയിരുന്നല്ലോ ഇന്ത്യയുടെ. അപ്പോൾ അന്ന് അമിത്ഷായ്ക്ക് ഏതോ കേസിൽ ജീവപര്യന്തം തടവ് കിട്ടുമായിരുന്നു. സദാശിവം അത് കയറി തടഞ്ഞു. അങ്ങനെ അമിത്ഷായെ രക്ഷപ്പെടുത്തി. അപ്പോൾ അമിത്ഷായ്ക്ക് പി സദാശിവത്തോട് നന്ദിയുണ്ട്. പി സദാശിവം കേരള ഗവർണറായിട്ട് നിയമിതനായി. അത് അമിത്ഷാ കാണിച്ച ഒരു നന്ദിയാണ്. അപ്പോൾ സദാശിവത്തിന് അമിത്ഷായോടും ഒരു കടപ്പാടായി. സദാശിവത്തെ ഗവർണറാക്കിയത് അമിത്ഷായാണല്ലോ. അപ്പോൾ സദാശിവത്തിനും ഒരു നന്ദിയുണ്ട് അമിത്ഷായോട്. അപ്പോൾ സദാശിവം അമിത്ഷായോട് പറയും. അമിത്ഷാ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയോട് പറയും. ആ ജഡ്ജിയുടെ പേര് ST എന്നാണ് എഴുതിയിരിക്കുന്നത്. അതേത് ജഡ്ജാണെന്ന് എനിക്കറിയാമില്ല. ഇത് മൊത്തത്തിൽ ഇതാണ്, കണ്ടംപ്റ്റാണ് കേട്ടോ, കോർട്ട് ലക്ഷണമാണ് ഈ പറയുന്നതൊക്കെ. പിന്നെ ജഡ്ജ്മെൻറ്റിലുള്ളത് ഞാൻ അതുപോലെ വായിക്കാം. കേരള ഹൈക്കോടതിയിൽ ST എന്ന് പേരുള്ള ജഡ്ജി ഏതാണെന്നൊക്കെ വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ ഞാൻ ഈ പൊങ്ങച്ചത്തിൻ്റെ പിന്നാലെ ആര് പോകാനാണെന്ന്, വെറുതെ വേറെ പണിയില്ല.
He also referred to the then Director General of Prosecution, Advocate മഞ്ചേരി ശ്രീധരൻ നായർ. അന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ മഞ്ചേരി ശ്രീധരൻ നായരാണ്. അങ്ങേര് വഴിക്കും പിടിപാടുണ്ടായി. മഞ്ചേരി ശ്രീധരൻ നായർ ആസ് ദ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഗവർണർ, ഗവർണറുടെ അടുത്ത സുഹൃത്താണ്. അതുകൂടാതെ he sent messages stating the intervention of മമ്മൂട്ടി. മമ്മൂട്ടിയുടെ ഇൻ്റർവെൻഷൻ വരും. ഇതാണ് ആ TB മിനിയിലെ വക്കീൽ. അവർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്നു, അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായ. അവർ പറയുന്ന അവിടെ ഇവിടെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, മമ്മൂട്ടി ഇടപെട്ടു എന്ന്. അത് ഇതാ കാര്യം. ബാലേന്ദ്രകുമാറിൻ്റെ പൊങ്ങച്ചം വിശ്വസിച്ച് പോയതാണ് ആ പാവം. ആ മെസ്സേജ് സ്റ്റേറ്റിംഗ് ദ ഇൻ്റർവെൻഷൻ ഓഫ് മമ്മൂട്ടി, സുരേഷ് കുമാർ, കമൽഹാസൻ, ജയറാം, ആനാവൂർ നാഗപ്പൻ. എൻ്റെ അമ്മോ, ആനാവൂർ നാഗപ്പനൊക്കെ ഇടപെട്ടാലത്തെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ വെറുതെയാണോ ദിലീപിന് ജാമ്യം കിട്ടിയത്? ആനാവൂർ നാഗപ്പനാണ്. പോരാഞ്ഞിട്ട് കമൽഹാസൻ മദ്രാസിൽ നിന്ന് പറന്നു വന്നു ദിലീപിന് ജാമ്യം കൊടുക്കാനായിട്ട് ജഡ്ജിയെ സ്വാധീനിക്കാൻ, ST എന്ന ജഡ്ജിയെ. അപ്പോൾ ആനാവൂർ നാഗപ്പൻ പറഞ്ഞു, താൻ എന്തിനാണോ ഈ മദ്രാസിൽ നിന്ന് ഓടി ഇവിടം വരെ വന്നത്? ഞാനില്ലേ ഇവിടെ. അല്ല ചേട്ടാ, എന്നാലും നമ്മുടെ ദിലീപിനെ ഒന്ന് ഇറക്കണ്ടേ. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ബാലേന്ദ്രകുമാർ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ എങ്ങനെയെങ്കിലും ഇവിടെ എത്തണമെന്ന് പറഞ്ഞു. അയാൾ എന്നോടും പറഞ്ഞു, ഞാൻ ഉറപ്പ് കൊടുത്തതാണല്ലോ ദിലീപിനെ ഞാൻ ഇറക്കിത്തരാം, പിന്നെ അയാൾ തന്നെ മെനക്കെടുത്തേണ്ട കാര്യം എന്താ, ഏതായാലും വന്നല്ലോ എനിക്ക് ചായയൊക്കെ കുടിക്കുമെന്ന് പറഞ്ഞിട്ട് കമൽഹാസനും ആനാവൂർ നാഗപ്പനും കൂടെ കോലിയക്കോട് കൃഷ്ണൻ നായർ, പിന്നെ അങ്ങനെ പേര് വരുന്നു, കോലിയക്കോട് N കൃഷ്ണൻ നായരുടെ വീട്ടിൽ പോയി പുള്ളിയെയും ചേർത്ത്. ഇതിനിടയ്ക്ക് സിനിമാ നടൻ ജയറാം പറഞ്ഞു, ഞാൻ എന്താ സംഭവം, ദിലീപിന് ജാമ്യം എടുക്കാം, എന്നാൽ ഞാനും വരുന്നു, നീയും കയറി വണ്ടിയിൽ എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കൂടെ മമ്മൂട്ടി, സുരേഷ് കുമാർ എന്ന് പറഞ്ഞാൽ നമ്മളെ മേനകയുടെ ഭർത്താവ് സുരേഷ് കുമാർ ആയിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മിസ്റ്റർ ശരവണൻ, ക്ലാസ്മേറ്റ് ഓഫ് സൺ ഇൻ ലോ ഓഫ് ദ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് മിസ്റ്റർ O പന്നീർശെൽവം. ശരവണൻ എന്ന് പറഞ്ഞിട്ട്, അതായത് പന്നീർശെൽവത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ക്ലാസ്മേറ്റ്, ചില്ലറക്കാരനല്ല, മകളുടെ ഭർത്താവിൻ്റെ ക്ലാസ്മേറ്റ് ശരവണൻ, അയാളും ഇറങ്ങി ടു ചെയിൻ ദ ഇൻവെസ്റ്റിഗേഷൻ ടീം. ഇവരെല്ലാവരും കൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ടീം മാറ്റാതിരിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഇവർ പിടിച്ചു മാറ്റില്ല. കമൽഹാസനൊക്കെ ഇപ്പോഴും ഒരു സ്റ്റണ്ട് വിധത്തിനാണല്ലോ. മമ്മൂട്ടിയുണ്ട്, ജയറാമുണ്ട്, കമൽഹാസനുണ്ട്, കോലിയാക്കോട് കൃഷ്ണൻ നായരുണ്ട്, സർവോപരി നമ്മുടെ ആനാവൂർ നാഗപ്പൻ ചേട്ടനുണ്ട്. പുള്ളി ഒറ്റയ്ക്ക് മതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയൊക്കെ തള്ളിയിടാൻ. എന്ത് വാങ്ങിക്കോട്ടെ. ഇത് കഴിഞ്ഞു. പുള്ളിക്ക് എന്നിട്ടും ബാലേന്ദ്രകുമാറിന് അത് തികഞ്ഞില്ല. ചിലപ്പോൾ ഇവരൊക്കെ വിചാരിച്ച് നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും. അതുകൊണ്ട് ഹി ഓൾസോ സ്റ്റേറ്റഡ് അബൌട്ട് ഹിസ് ഇൻ്റർവെൻഷൻ ഫോർ ദ ഹെൽപ്പ് ഓഫ് ബിഷപ്പ് നെയ്യാറ്റിങ്കര ഫോർ സെക്യൂറിങ് ദ ബെയിൽ. ബിഷപ്പ് ഓഫ് നെയ്യാറ്റിങ്കര ആയിരിക്കും ഉദ്ദേശിച്ചത്, ഓഫ് അടിച്ചിട്ടില്ല ഇതിൽ. അപ്പം നെയ്യാറ്റിങ്കര ബിഷപ്പിനോടും പറഞ്ഞു, തിരുമേനി ഒന്ന് ഇടപെടണമല്ലോ. അതൊക്കെ മോശം അല്ല, തിരുമേനും ഇടപെട്ടേ പറ്റൂ. ഈ ലക്ഷണം കണ്ടിട്ടേ ബാലകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ആരായാലും നമുക്കെന്താ, ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ടാണ് ഈ ബിഷപ്പിനോടും ഒക്കെയുള്ള പരിപാടി. ദ മെസ്സേജ് ഡേറ്റഡ് 14/9/2017 വുഡ് ഷോ ദാറ്റ് തലശ്ശേരി വിൽ കോൾ അങ്കമാലി ആഫ്റ്റർ കോർട്ട് അവേഴ്സ്. ബാലേന്ദ്രകുമാറിൻ്റെ അടുത്ത് മെസ്സേജാണ്. അതേ, ഇന്ന് വൈകുന്നേരം തലശ്ശേരി അങ്കമാലിയെ വിളിക്കും എന്ന് വെച്ചാൽ അർത്ഥം എന്താണെന്നറിയാമോ? തലശ്ശേരി ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജ് അങ്കമാലിയിലെ മജിസ്ട്രേറ്റിനെ വിളിക്കും. അങ്കമാലിയിലെ മജിസ്ട്രേറ്റിന് എന്താ കാര്യം? ആദ്യം ദിലീപിനെ ഹാജരാക്കിയത് അവിടെയാണ്. ഈ മറ്റേ മെമ്മറി കാർഡ്, കുന്തം കുറുടിയൊക്കെ ആദ്യം ചെന്നത് അങ്കമാലി, അവിടെയാണല്ലോ ഈ കേസിൻ്റെ തുടക്കം. അതുകൊണ്ട് തലശ്ശേരി ഡിസ്ട്രിക്റ്റ് ആൻഡ് സെഷൻസ് ജഡ്ജിനെ കൊണ്ട് അങ്കമാലിയിലെ മജിസ്ട്രേറ്റിനെ വിളിക്കും ആഫ്റ്റർ കോർട്ട് അവേഴ്സ് കേട്ടോ.
കോടതി സമയം കഴിഞ്ഞിട്ട് കോടതിയുടെ ഇടയ്ക്കൊന്നും വിളിക്കാൻ ഭയങ്കര തിരക്കാണ്. നിങ്ങൾ വെറുതെ തമാശ കളിയല്ല ഇത്. ദിസ് മെസ്സേജ് ഈസ് സെൻഡ് അറ്റ് ദ ടൈം വെൻ ദ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ആപ്ലിക്കേഷൻ ഓഫ് അക്യൂസ് നമ്പർ 8 വാസ് പെൻഡിങ് ബിഫോർ ദ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോർട്ട് അങ്കമാലി. അങ്കമാലിയിൽ ഈ ദിലീപിൻ്റെ ജാമ്യാപേക്ഷ കിടക്കുമ്പോഴാണ് ഈ സർക്കസ് എല്ലാം. ഹി ഓൾസോ സെൻഡ് മെസ്സേജസ് ക്ലെയിമിംഗ് ദാറ്റ് തലശ്ശേരി ഇൻസ്ട്രക്റ്റഡ് ഹിം എബൌട്ട് ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ബെയിൽ. തലശ്ശേരി എന്നോട് പറഞ്ഞു ജാമ്യം കിട്ടാനുള്ള സാധ്യതകളെ പറ്റിയൊക്കെ. ഹി ഓൾസോ ഇൻഫോം ദാറ്റ് ഹി ക്യാൻ അറേഞ്ച് മീറ്റിംഗ് വിത്ത് തലശ്ശേരി. ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് തലശ്ശേരിയുമായിട്ട് സംസാരിക്കാൻ ഏർപ്പാട് ചെയ്യാം. ആൻഡ് ഹി ഇൻഫോം ദാറ്റ് തലശ്ശേരി ഹാഡ് സ്പോക്കൺ ടു ST ക്യാപിറ്റൽ ST ഇൻവെർട്ടഡ് കോമേഴ്സിലാണ്, ഹൈക്കോടതി ജഡ്ജിയാണ്. അപ്പോൾ തലശ്ശേരിയിലെ ജഡ്ജി ഹൈക്കോടതിയിലെ ST എന്ന ജഡ്ജിയോട് സംസാരിച്ചു കഴിഞ്ഞു. ആൻഡ് ഫൈനലൈസ് ദ ഡീൽ അങ്ങ് ഫൈനലൈസ് ചെയ്തു. നമ്മുടെ ഇങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഫൈനലൈസ് ചെയ്യാറ് ഡീൽ, അതുപോലെ ഡീൽ ഫൈനലൈസ് ചെയ്തു. ഹി ഓൾസോ സോട്ട് കൺഫർമേഷൻ അബൌട്ട് ദ ജഡ്ജ് ഹൂ വിൽ കൺസിഡർ ദ ബെയിൽ ആപ്ലിക്കേഷൻ. പുള്ളി അന്വേഷിച്ചു ആരാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ കൈകാര്യം ചെയ്യുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചു. He also sent images of screenshots of Advocate Philip Matthew, son-in-law of Mr. Justice J.B. Koshi. അമ്പടാ, മുൻ ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസാണ് JB കോശി. അദ്ദേഹത്തിൻ്റെ സൺ-ഇൻ-ലോ അതാണ് ഫിലിപ്പ് മാത്യു. പുള്ളിയുമായിട്ടും കോണ്ടാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതുകൂടാതെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് GP ജയകൃഷ്ണൻ, സബ് ജഡ്ജ് ആറ്റിങ്ങൽ, ആൻഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീകല സുരേഷ്, ആൻഡ് ക്ലെയിം ദാറ്റ് ഹീ ഈസ് ഇൻ റെഗുലർ കോൺടാക്റ്റ് വിത്ത് ഓൾ ഓഫ് ദം. ആരൊക്കെയായിട്ട്? പന്നീർശെൽവം, പുള്ളിയുടെ മരുമകൻ്റെ ക്ലാസ്മേറ്റ്, പിന്നെ P. സദാശിവം, അമിത് ഷാ, ആനാവൂർ നാഗപ്പൻ, കമലഹാസൻ, മമ്മൂട്ടി, ജയറാം എന്ന് വേണ്ട ഫിലിപ്പ് മാത്യു, ജസ്റ്റിസ് JB കോശി, GP ജയകൃഷ്ണൻ ആറ്റിങ്ങൽ സബ് ജഡ്ജ്, അതുകൂടാതെ ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീകല സുരേഷ്, ഇത്രയും പേരുമായിട്ട് പുള്ളി നിരന്തരം ബന്ധത്തിലായിരുന്നു. അതുകൂടാതെ പിന്നെ ബിഷപ്പ് വന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. ജയകൃഷ്ണൻ മറ്റേ വിളിച്ചു, മഞ്ചേരി ആറ്റിങ്ങലിനെ വിളിച്ചു, ആറ്റിങ്ങൽ തലശ്ശേരിയെ വിളിച്ചു, തലശ്ശേരി വീണ്ടും STയെ വിളിച്ചു. ഇങ്ങനെയൊക്കെയാണ് ദിലീപിന് ജാമ്യം കിട്ടിയതെന്നൊക്കെ പറഞ്ഞു. ഈ തള്ളിന് ഒരു നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ അത് കൊടുക്കാമായിരുന്നു ബാലേന്ദ്രകുമാറിന്. ആ മനുഷ്യൻ മരിച്ചുപോയി പാവം. ബട്ട് ഇത്തരം ആളുകളെ